പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. നമുക്കറിയാം ദൈവവചനത്തില് ഉൽപ്പത്തി പുസ്തകം 6-3 പറഞ്ഞു, എന്റെ ആത്മാവ് സദാകാലം മനുഷ്യരോട് വാദിക്കയില്ല, മനുഷ്യൻ ജഡം തന്നെയല്ല. ആത്മാവിന് വാദിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു വ്യത്യാസം മനുഷ്യരിലുണ്ടായി. അതുകൊണ്ട് മനുഷ്യനെ ജഡം തന്നെയല്ലോ എന്നാണ് പറയുന്നത്. ജഡമായി തീർന്ന മനുഷ്യന് ദൈവാത്മാവിനോട് പ്രതികരിക്കാൻ കഴിയാതെ, ജഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ജീവനില്ലാത്തതിനെ ജഡം, ജീവനില്ലാത്തവനായി മാറി. അപ്പൊ ജീവനില്ലാത്തവനായി മാറിയ ജഡത്തിൽ ജീവിപ്പിക്കുന്ന പ്രമാണം കൊടുത്തില്ല, ജീവനായി ഒരു പ്രമാണം. അതായത് ഇത് ചെയ്താൽ ജീവിക്കാമെന്ന് പറഞ്ഞു, ജീവിപ്പിച്ചില്ല. പക്ഷെ ഇത് ചെയ്താൽ ജീവിക്കാം. പക്ഷെ അവർക്ക് ജീവിക്കാൻ പറ്റിയില്ല. കാരണം ന്യായപ്രമാണം അനുസരിക്കാത്തതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിച്ചു. ജീവനില്ലാത്തതുകൊണ്ട് അവർക്ക് ജീവൻ പ്രാപിക്കാൻ പറ്റും. പക്ഷെ യേശു വന്നിട്ട് പറഞ്ഞു, ഐ ആം ദ ലൈഫ്, ഞാനാണ് ജീവൻ, എന്റെ വചനം ജീവൻ, എന്റെ വചനം ജീവൻ. അപ്പോഴേ ജീവനില്ലാത്ത ജഡമായിരുന്ന മനുഷ്യന് ദൈവവചനമാകുന്ന ജീവൻ ലഭിച്ചപ്പോൾ അവർ ജീവൻ പ്രാപിച്ചു. അവിടെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല എന്നാണ് 3:5 പറയുന്നത്. എന്നാൽ തിരിച്ച് നമ്മൾ ചിന്തിച്ചാൽ, യോഹന്നാൻ 3:5 പറയുന്നത് തിരിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചൊരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. അപ്പോ ജഡ അവസ്ഥയിൽ നിന്ന് ആത്മീകമായ തലത്തിലേക്ക് വീണ്ടും ജനനത്താൽ എത്തിച്ചേർന്ന മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി. അവൻ ആത്മാവിൽ വീണ്ടും ജനിച്ചവനായി. അവൻ ആത്മാവിൽ നടത്തപ്പെടുന്നവനാണ്. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. റോമാലേഖനം 8:14 പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മകൻ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകുന്ന പലയിടത്തും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച അസാധാരണ ജയമുണ്ട്. അതെ, ഇന്ന് പകൽക്കാലം ആ ജയത്തിൽ വാഴാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. God bless you. Amen.